ഒരു ഹോപ്പർ തോക്ക് ഉപയോഗിക്കുന്നതിനുള്ള ഈ ഘട്ടമായുള്ള ഗൈഡിലേക്ക് സ്വാഗതം. ഹോപ്പർ ഗൺ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. ഒരു ഹോപ്പർ ഗൺ അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ ഗൺ ഒരു മെറ്റീരിയൽ സ്ഥാപിക്കാൻ ഒരു ഹോപ്പറും സ്പ്രേ ഗണ്ണും ഉപയോഗിച്ച് ചുവരുകളിലും മേൽക്കൂരകളിലും ടെക്സ്ചർ സ്പ്രേ ചെയ്യുന്നു. ഹോപ്പർ ഗൺ ഭാഗങ്ങൾ അരത് തലക്കെട്ട് ഭാഗങ്ങൾ മാത്രം, ബാക്കി ശബ്ദമാണ്. വെള്ളമൊഴിച്ച് കഴിയും. എയർ മർദ്ദം ക്രമീകരിക്കുന്ന നോബ്. വൈബ്രേഷൻ ക്യാപ്പ് റെഗുലേഷൻ. സ്പ്രേ ചെയ്യാൻ തുടങ്ങുന്ന ട്രിഗർ സ്വിച്ച്. എയർ സപ്ലൈ കണക്ഷനുള്ള ഇൻടേക്ക് അഡാപ്റ്റർ. സമാന ടൂളുകളുമായുള്ള താരതമ്യം. ടെക്സ്ചർ ഷോക്കർ ഗൺ ടെക്സ്ചറുകൾ വേഗത്തിലും തുല്യമായും പ്രയോഗിക്കുന്നു, പക്ഷേ പരിശീലനം ആവശ്യമാണ്. റോളർ ട്രോവൽ മന്ദഗതിയിലാണ്, സ്ഥിരമായ ഫലങ്ങൾക്ക് വൈദഗ്ധ്യം ആവശ്യമാണ്. പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ. സുരക്ഷാ കയ്യുറകൾ, സുരക്ഷാ ഗ്ലാസുകൾ, പൊടിമാസ്ക് എന്നിവ ഉപയോഗിക്കുക. ജോലി ചെയ്യാൻ എപ്പോഴും ശക്തമായ വസ്ത്രങ്ങൾ ധരിക്കുക. നോൺ സ്ലിപ്പർ ഷൂസ് ധരിക്കുക. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപകരണങ്ങൾ കേടുപാടുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക. ടൂൾ എങ്ങനെ ഉപയോഗിക്കാം. ദരിദ്ര എന്ന തലക്കെട്ട് മാത്രം, ബാക്കി ശബ്ദമാണ്. ടെക്സ്ചറുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് നിർമ്മാതാക്കളുടെ മാനുവലുകളും നിർദ്ദേശങ്ങളും പരിശോധിക്കുക. ഹോപ്പർ തോക്ക് വൃത്തിയുള്ളതും അവശിഷ്ടങ്ങൾ ഇല്ലാത്തതുമാണെന്ന് ഉറപ്പാക്കുക. ഡ്രോപ്പ് തുണിയും ടേപ്പും ഉപയോഗിച്ച് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുക. ട്രോവൽ ഉപയോഗിച്ച് ഹോപ്പറിൽ ടെക്സ്ചർ മിശ്രിതം നിറയ്ക്കുക. നോസലും വായുവും ആവശ്യമുള്ള ടെക്സ്ചറിനായി മർദ്ദം ക്രമീകരിക്കുക. ഉപരിതലത്തിൽ നിന്ന് 12 മുതൽ 18 ഇഞ്ച് വരെ അകലം പാലിക്കുക. ഓവർലാപ്പിംഗ് സ്ട്രോക്കുകളിൽ തുല്യമായി സ്പ്രേ ചെയ്യുക. അസമമായ ഘടന ഒഴിവാക്കാൻ സ്ഥിരമായ വേഗത നിലനിർത്തുക. ഉപയോഗത്തിന് ശേഷം തോക്കും ഹോസുകളും ഡിസ്പെൻസറും നന്നായി വൃത്തിയാക്കുക. പ്രാദേശിക ചട്ടങ്ങൾ അനുസരിച്ച് ശേഷിക്കുന്ന മിശ്രിതം നീക്കം ചെയ്യുക. പൂർത്തിയാക്കുന്നതിന് മുമ്പ് ടെക്സ്ചർ ചെയ്ത പ്രതലങ്ങൾ പൂർണ്ണമായും ഉണങ്ങാൻ അനുവദിക്കുക. മെയിൻ്റനൻസ് ടിപ്പുകൾ. ഓരോ ഉപയോഗത്തിനും ശേഷം ഹോപ്പർ തോക്ക് വൃത്തിയാക്കുക. ഇടയ്ക്കിടെ ആഴത്തിൽ വൃത്തിയാക്കുക. കേടുപാടുകൾ പരിശോധിക്കുക. വൃത്തിയായും ഉണങ്ങിയും സൂക്ഷിക്കുക. നന്ദി.